SFIക്കെതിരെ ഗവർണർ നിലപാട് കടുപ്പിക്കുകയാണ്. ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്നത് തന്നെയാണ് ഗവർണറുടെ നിലപാടെന്ന് പറയുന്നത്. അതിന് ഇന്നലെ സാക്ഷ്യം വഹിച്ചത് കോഴിക്കോട് തെരുവാണ്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ, ആ സർക്കാർ പ്രതിനിധീകരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ എല്ലാ ചട്ടുകങ്ങളും CPM, DYFI, SFI എന്നു തുടങ്ങി ആ പാർട്ടിയോട് വിധേയത്വമുള്ള മുഴുവൻ ആളുകളും മുഴുവൻ സംഘടനകളും ഒറ്റക്കെട്ടായി ഒരു മനുഷ്യനെ ആക്രമിക്കുന്നു. അയാൾക്കെതിരെ കല്ലുകൾ എറിയുന്നു. അത്രമേൽ അവരയാളെ ഭയക്കുന്നു. ഇന്നലെ കോഴിക്കോട് റോഡിലൂടെ ഗവർണർ നടന്ന ആ നടത്തത്തിനെതിരെ പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ ജനകീയനാകുമോ എന്ന ഭയമാണ് അതിനു പിന്നിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രിമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് CPM നേതൃത്വം ഒന്നടങ്കം ഗവർണർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. SFI നടത്തുന്ന പ്രതിഷേധങ്ങളെ സ്വാഭാവികമെന്നും ഗവർണറുടെ പ്രതികരണങ്ങളെ അപക്വമെന്നും ചിത്രീകരിക്കാനാണ് CPM ശ്രമം. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി MV ഗോവിന്ദൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, R ബിന്ദു, K രാജൻ, മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായാണ്. ഒരടിസ്ഥാനവുമില്ലാതെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുക എന്നതാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് MV ഗോവിന്ദൻ വിമർശിച്ചു. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ RSSുമായും BJPയുമായും ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഗവർണർ എത്തിയിരിക്കുന്നു എന്നതാണ് വളരെ അപകടകരമായ അവസ്ഥ. സത്യത്തിൽ ഇനിയാണ് ചിലപ്പോൾ BJPയുമായും RSSുമായും ഒക്കെ ചേർന്ന് CPIM എന്ന പാർട്ടിക്കെതിരെ ഗവർണർ നീങ്ങാൻ പോവുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഭരണ സംവിധാനങ്ങളും കൈവശമുള്ള BJP ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് കണ്ടറിയേണ്ടതുണ്ട്. അത്തരം ചിന്തകളൊന്നുമില്ലാതെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിപരിവാരങ്ങളും ഒക്കെ ഗവർണർക്കെതിരെ ആഞ്ഞു കുത്തുന്നത്. ഈ വിഷയം ഈ രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്ന കാര്യം തീർച്ചയാണ്. സംസ്ഥാന സർക്കാരിന്റെയോ പോലീസിന്റെയോ യാതൊരു സുരക്ഷയും തനിക്ക് ആവശ്യമില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഗവർണർ. ആ ഗവർണർക്ക് സകല സുരക്ഷയും ഒരുക്കാൻ സർവ്വസന്നാഹങ്ങളുമായി കേന്ദ്ര സേന എത്തിയാൽ കേരള സർക്കാരിന് എന്നല്ല CPIM എന്ന പാർട്ടിക്ക് അത് താങ്ങാൻ കഴിയുമോ എന്ന കാര്യവും കണ്ടറിയണം. ഗവർണർക്കെതിരെ സർക്കാർ സ്വീകരിക്കേണ്ടുന്ന നിലപാട് ഇതൊന്നുമായിരുന്നില്ല. ഇങ്ങനെ ഈ രീതിയിലൊന്നുമായിരുന്നില്ല മന്ത്രിമാരുൾപ്പെടെ ഗവർണറെ വിമർശിക്കേണ്ടിയിരുന്നത്. ഒരു സാധാ പാർട്ടി അംഗത്തെ പോലെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഗവർണറെ അധിക്ഷേപിച്ചത്. കേരളത്തിലെ സർക്കാരിനെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിന് ചിലരുടെ നിർദ്ദേശപ്രകാരം ഗവർണർ പ്രവർത്തിക്കുകയാണെന്ന് മന്ത്രിമാർ പറയുമ്പോൾ ഇത്രയും നാൾ നിങ്ങൾ കണ്ട റബ്ബർ സ്റ്റാമ്പ് അല്ല ഗവർണർ എന്ന കാര്യം സർക്കാരിന് ബോധ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇനിയും CPIMനോ സർക്കാരിനോ മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു തരാം. നിങ്ങൾക്കെതിരെ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പോരാട്ടം. അധികം ആരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു സംഭവം കൂടി ഇന്നലെ നടന്നിട്ടുണ്ട്. സെമിനാർ ഹാളിലേക്ക് എന്ന് പറഞ്ഞു പുറപ്പെട്ട ഗവർണർ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കാലിക്കറ്റ് സർവകലാശാല EMS ചെയറിലേക്കൊന്ന് പോകണം എന്ന് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗവർണർക്ക് EMS ചെയറിലേക്ക് വഴിയൊരുക്കി. ചെയർ കെട്ടിടത്തിലെത്തി കോർഡിനേറ്റർ P അശോകനെ കണ്ടു. കഴിഞ്ഞ ദിവസം SFIക്കാർ സമരത്തിനെത്തിയത് ഇവിടെ നിന്നാണെന്നും അവരുണ്ടോ എന്നറിയാൻ വന്നതാണെന്നും പറഞ്ഞു. SFIക്കാരില്ലെന്നും ചെയറുമായി ബന്ധമുള്ളവർ മാത്രമേ ഉള്ളൂവെന്നും അശോകൻ അറിയിച്ചതോടെ അദ്ദേഹം മടങ്ങി. പുറത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ SFIയെയും മറ്റും വിമർശിച്ച ശേഷം ഗവർണർ കാറിൽ കയറി കോഴിക്കോട്ടേക്ക് പോയി. ഗവർണറെ വില കുറച്ച് കാണണ്ട, പേടിക്കണം. അല്ല, ആ പേടിയുള്ളത് കൊണ്ടാണല്ലോ നവകേരള സദസ്സുകളിൽ ഇപ്പോൾ നിങ്ങളുടെ ചർച്ചാ വിഷയം ഗവർണർ മാത്രമാകുന്നത്. ഇടയ്ക്ക് ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് നിങ്ങളുടെ ഇല്ലാത്ത പൊങ്ങച്ചം ഉണ്ടാക്കി പറയാനാണ് എന്ന കാര്യം കൂടി വിസ്മരിക്കരുത്. അല്ല, കാരണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഗവർണറെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ആഡംബര സദസ്സിനെ ഉപയോഗിക്കുന്നത്. യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ഈ ഗവർണർ പേടിക്കിടയിൽ മറന്നു പോകരുത്.